പത്തിയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ പ്രസിഡന്റും INTUC മുൻ ജില്ലാ വൈസ് പ്രസിഡന്റും പത്തിയൂർ മുൻ ഗ്രാമപഞ്ചായത്ത് അംഗവുമായിരുന്ന PD സുനിലിന്റെ 7ാം ചരമവാർഷികം പത്തിയൂർ വെസ്റ്റ് മണ്ഡലം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ആചരിച്ചു. സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചനയും തുടർന്ന് അനുസ്മരണ സമ്മേളനവും സംഘടിപ്പിച്ചു. പത്തിയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ പ്രസിഡന്റും INTUC മുൻ ജില്ലാ വൈസ് പ്രസിഡന്റും പത്തിയൂർ മുൻ ഗ്രാമപഞ്ചായത്ത് അംഗവുമായിരുന്ന PD സുനിലിന്റെ 7ാം ചരമവാർഷികം പത്തിയൂർ വെസ്റ്റ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആചരിച്ചു. സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചനയും തുടർന്ന് കരിയിലക്കുളങ്ങര ജംഗ്ഷനിൽ അനുസ്മരണ സമ്മേളനവും സംഘടിപ്പിച്ചു. പത്തിയൂർ വെസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് R. ശംഭു പ്രസാദിന്റെ അധ്യക്ഷതയിൽ എക്സൈസ് സഹകരണ വകുപ്പ് മന്ത്രി M. ലിജു ഉദ്ഘാടനം നിർവഹിച്ചു. സഹപ്രവർത്തകനായിരുന്നു ശ്രീ PD സുനിൽ. നമ്മൾ സംസാരിക്കുമ്പോൾ 7 വർഷമായി എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഇത്രയും വർഷങ്ങൾ കടന്നുപോയോ എന്നൊരു പെട്ടെന്നൊരു സംശയമാണ് നമ്മുടെ മനസ്സിൽ കടന്നുപോകുന്നത്. ശ്രീ PD സുനിലിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമുക്ക് അദ്ദേഹത്തിന്റെ രൂപവും അദ്ദേഹത്തിന്റെ പെരുമാറ്റവും സംഭാഷണവും എല്ലാം നമ്മുടെ മനസ്സിൽ കടന്നു വരികയാണ്. അത്രത്തോളം നമ്മുടെ മനസ്സിൽ സ്ഥാനം പിടിച്ച ഒരു പ്രിയപ്പെട്ട സഹപ്രവർത്തകനായിരുന്നു PD സുനിൽ. വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചാണെങ്കിൽ എനിക്ക് നിരവധി വർഷക്കാലത്തെ വിദ്യാർത്ഥി രാഷ്ട്രീയ കാലഘട്ടം മുതൽ തന്നെ വളരെ അടുപ്പമുണ്ടായിരുന്ന സഹപ്രവർത്തനായിരുന്നു അദ്ദേഹം. ഞാൻ ആദ്യമായി കായംകുളത്ത് നിയമസഭയിൽ മത്സരിക്കുന്ന സമയത്ത് പത്തിയൂരിലെ മുഴുവൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെയും സംയുക്ത മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റ് അദ്ദേഹമായിരുന്നു. ഇപ്പോഴും അദ്ദേഹത്തിന്റെ സംഭാഷണമൊക്കെ എൻ്റെ മനസ്സിൽ മുഴങ്ങുകയാണ്. വളരെ അപ്രതീക്ഷിതമായിട്ടാണ് പ്രിയനായ ശ്രീ PD സുനിൽ നമ്മളെ വിട്ടുപിരിഞ്ഞത്. ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി, നിരവധി ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷെ ഇതൊക്കെ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലെ നിരവധി പൊതുപ്രവർത്തകർ അനുഭവിക്കുന്ന ഒരു സുപ്രധാനമായ പ്രശ്നമാണ്. നമ്മുടെ നാടിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ പലപ്പോഴും വീട്ടിന്റെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവില്ല. അല്ലെങ്കിൽ നാടിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ അല്ലെങ്കിൽ പൊതുപ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ സ്വന്തം ശരീരം നോക്കില്ല. മൊത്തത്തിൽ സാമ്പത്തികമായ നിരവധി പ്രതിസന്ധികൾ ഉണ്ടെങ്കിൽ അത് മറച്ചു വെച്ച് വീണ്ടും മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം. പ്രിയങ്കരനായ ശ്രീ PD സുനിലും അത്തരം ഒരു അവസ്ഥയിലൂടെ തന്നെയാണ് കടന്നുപോയത്. ശാരീരികമായ അവശതകൾ അദ്ദേഹത്തെ ബാധിച്ചു. ഞാൻ ഓർക്കുന്നു, ട്രീറ്റ്മെന്റിലായിരുന്ന സമയത്ത് നമ്മളെല്ലാം കാണാൻ പോയതൊക്കെ എൻ്റെ മനസ്സിൽ ഇപ്പോൾ കടന്നു വരികയാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ ചികിത്സ കൊണ്ട് രക്ഷപ്പെട്ടു വരുമെന്ന് നമ്മളെല്ലാം കരുതിയെങ്കിലും വളരെ അപ്രതീക്ഷിതമായി അദ്ദേഹം നമ്മെ വിട പറഞ്ഞു പോവുകയാണ് ഉണ്ടായത്. അദ്ദേഹം വിട പറഞ്ഞു പോയിട്ടും 7 വർഷം കഴിഞ്ഞിട്ടും നമ്മുടെ സഹപ്രവർത്തകർ ഓരോരുത്തരും അദ്ദേഹത്തെ സ്മരിക്കുന്നെങ്കിൽ അദ്ദേഹം ഈ പ്രദേശത്ത് അദ്ദേഹം നടത്തിയ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെയും അദ്ദേഹത്തിന്റെ സൗഹൃദത്തിന്റെയും ഗുണമേന്മ കൊണ്ടാണ്. പത്തിയൂരിൽ CPM-ന്റെ അക്രമ രാഷ്ട്രീയത്തിനെതിരെ പ്രതിരോധം തീർത്ത് കോൺഗ്രസിനെ വളർത്തിയവരിൽ പ്രമുഖനായിരുന്നു PD സുനിലെന്ന് മന്ത്രി അനുസ്മരിച്ചു. രാജീവ് വല്യത്ത് സ്വാഗതം പറഞ്ഞു. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് E. സമീർ, KPCC സെക്രട്ടറി N. രവി, കായംകുളം നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് T. സൈലാബ്ദീൻ, K. രാജേന്ദ്രകുമാർ, സജി അമരിത്ര, ബെന്നി പത്തിയൂർ, ബാബു കൊരമ്പല്ലി, രാജു കളീക്കൽ, വിശാഖ പത്തിയൂർ, ശ്രീജിത്ത് ഏവൂർ, സുരേഷ് ആമ്പക്കാട്, തോമസ് ഏവൂർ, കൃഷ്ണപ്രസാദ്, ശങ്കരൻ ചിട്ടിയാർ, ആദർശ മഠത്തിൽ MR പ്രസാദ്, മനീഷ് ചക്രവാണി, ആദിത്യൻ, പ്രണവ്, N. പൊടിയൻ, വിജയമോഹനൻ, അബ്ദുൾ റഹീം, നവാസ്, ശിവരാമൻ, രേണുക, വിജയകുമാർ, ഉണ്ണികൃഷ്ണപിള്ള തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. CDNet ന്യൂസ് കായംകുളം.